പക്ഷെ ആ പള്ളിപ്പറമ്പിൽ കയറാൻ പോലും പറ്റത്തില്ല, അത്രയ്ക്കും കാടാന്നാ പറഞ്ഞത്. അത്രയ്ക്കും കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. ഒന്ന് പോകുമ്പോ ഉസ്താദ് ഈ ഒരു കാര്യം പറയണേന്ന് ആ താത്ത എന്നോട് ഓർമ്മപ്പെടുത്തിയതാ. അപ്പൊ പിന്നെ ഞാൻ പള്ളിപ്പറമ്പ് കാടെന്ന് തന്നെ പറഞ്ഞ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി ഒരു കുഴിക്കകത്ത് ഒരു മനുഷ്യനെ ഇട്ടിട്ട് എല്ലാവരും പോകും. നാട്ടുകാർ മാത്രമല്ല, വാപ്പ, ഭാര്യ, മക്കള്, കൂടപ്പിറപ്പ്, കുടുംബക്കാര് എല്ലാവരും പോകും. അപ്പൊ പിന്നെ ഇവരെ സ്നേഹിച്ചിട്ട് എന്ത് കിട്ടാനാ? അപ്പൊ ഇവരുടെ കൂടെ കൂടിയിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. നമ്മളെ സഹായിക്കുന്നവരുടെ കൂടെയാ കൂടേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു കൂട്ടുകാരനെ പറഞ്ഞു തന്നിട്ട് പറഞ്ഞു, ഇവന്റെ കൂടെ നീ കൂടിയാൽ, ഈ കൂട്ടുകാരുടെ കൂടെ നിങ്ങൾ കൂടിയ ദുനിയാവിൽ നിന്റെ കൂടെ ഇങ്ങനെ നടക്കും. ദുആയും ചെയ്ത് ദുനിയാവിൽ നിന്റെ കൂടെ നടക്കും. മരണസമയത്ത് കൂടെ ഉണ്ടാകും, ഖബറിന്റെ അകത്ത് കൂടെ ഉണ്ടാകും. ആ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഖബറിന്റെ മുന്നിൽ നിന്റെ കൂടെ ഉണ്ടാകും, സിറാത്തിലുണ്ടാകും, മീസാനിലുണ്ടാകും. എൻ്റെ പ്രിയമുള്ളവരെ, നിന്നെ സ്വർഗത്തിൽ കൊണ്ടുവിട്ടിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും പോകൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അവരുടെ കൂടെ കൂടാൻ ഭാഗ്യം തരുമാറാകട്ടെ. അവരുടെ കൂടെ കൂടണം. അവരാരാ? അവർക്കുള്ള യോഗ്യത എന്താ? അവര് കള്ളു കുടിച്ചവരല്ല, വ്യഭിചരിക്കുന്നവരല്ല, പലിശ തിന്നവരല്ല. ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ നന്മയല്ലാതെ വേറെ ഒന്നും അവർ ചെയ്യാത്തവരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാപം പറഞ്ഞിട്ടില്ല, പാപം കണ്ടിട്ടില്ല, പാപം കേട്ടിട്ടില്ല, പാപം കഴിച്ചിട്ടില്ല. അങ്ങനെ ഒരു വിഭാഗമുണ്ട്. അവരുടെ കൂടെ കൂടിയ അവരുടെ കയ്യിൽ പിടിച്ചു സ്വർഗത്തിൽ പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അവരാരെന്നറിയുമോ? അള്ളാഹുവിൻ്റെ സൈന്യം, അള്ളാഹുവിൻ്റെ മലക്കുകളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിൻ്റെ മലക്കുകൾ. ഇത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, ഉസ്താദ് മലക്കിനെ കൂട്ടുകാരാക്കാൻ പറ്റുമോ? പറ്റും. നീ നിന്റെ ജീവിതത്തിൽ ആദ്യം പരിചയപ്പെട്ടത് ആരെയാ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യം പരിചയപ്പെട്ടത് ഒരു മലക്കിനെയാണ്. എൻ്റെ ഉമ്മാടെ വയറ്റിൽ കിടന്ന് 3 മാസമായപ്പോൾ ഒരു മലക്ക് വന്നിട്ട് എനിക്ക് റൂഹൂതി, സിറാജെ എന്നെ പരിചയപ്പെടാ, സിറാജെ നിന്റെ റിസ്ക് മരിക്കണ കാലം വരെ തിന്നാനുള്ള ഭക്ഷണം എല്ലാം എൻ്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോൾ തന്നെ ഒരു മലക്ക് വന്ന് എഴുതി എന്നെ പരിചയപ്പെട്ടു. 32 കൊല്ലം കഴിഞ്ഞ് ഞാനിങ്ങനെ നടക്കുക. എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് എൻ്റെ വാപ്പയല്ല, എൻ്റെ ഉമ്മയല്ല, എൻ്റെ സഹോദരങ്ങളല്ല, എൻ്റെ ഭാര്യയല്ല, എൻ്റെ മക്കളല്ല. ഈ 2 ചുമലിയിരിക്കണ മലക്കുകളാ. ഒരു സെക്കൻഡെങ്കിലും ഇവരിറങ്ങും. നിങ്ങളുടെ ചുമലിൽ ഏറ്റവും കൂടുതൽ സമയം നിങ്ങളുടെ കൂടെ ചെലവഴിക്കുന്നത് ഈ 2 ചുമലിലിരിക്കുന്ന മലക്ക, അല്ലാതെ നിന്റെ വാപ്പയല്ല, നിന്റെ ഉമ്മയല്ല, നിന്റെ ഭാര്യയോ മക്കളോ അല്ല, മലക്കുകളാ. ഇനി നീ മരിച്ച ആദ്യം കരയുന്നതാരാ? അപ്പോഴും വാപ്പായും ഉമ്മയല്ല. ഒരു മനുഷ്യൻ മരിച്ചാൽ ആദ്യം കരയുന്നത് അവന്റെ ചുമലിലിരിക്കുന്ന മലക്കുകളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വന്നു. അങ്ങോട്ട് റൂഹ് പിടിക്കാൻ തുടങ്ങുമ്പോൾ ഈ മലക്കുകൾ കരയാ. അള്ളാഹുവേ, ഒരു നല്ല മനുഷ്യൻ മരണപ്പെട്ടു പോയല്ലോ തമ്പുരാനെ, ഞങ്ങളുടെ കൂട്ടുകാരൻ പോകുകയാണല്ലോ റഹ്മാനെ. കരയുമ്പോൾ അല്ല പറയുവത്രേ, എന്നാ ഖിയാമത്ത് നാൾ വരെ ഈ ഭൂമിയിൽ നിന്ന് നിങ്ങൾ ഇബാദത്ത്, നിങ്ങൾ 2 പേരും ഖിയാമത്ത് നാൾ വരെ ഈ ഭൂമിയിൽ നിന്ന് ഇബാദത്ത് ചെയ്യും. ആർക്ക് വേണ്ടി? നിന്റെ കൂട്ടുകാരന് വേണ്ടി, നമുക്ക് വേണ്ടി ഖിയാമത്ത് നാൾ വരെ മലക്കുകൾ ഇബാദത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പം മലക്കുകളെ കൂട്ടുകാരാക്കി നമുക്ക് തിരഞ്ഞെടുക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒന്ന് പരിശ്രമിച്ചൂടെ? മലക്കുകളെ സ്നേഹിക്കുന്ന വിഭാഗമാകാൻ ഒന്ന് പരിശ്രമിച്ചൂടെ? ചങ്ങാതിമാരെ, പരിശ്രമിച്ചൂടെ? മലയാളം മനസ്സിലാവുന്നുണ്ടോ? പിന്നെന്താ എങ്ങനെ ഇരിക്കണേ? നിങ്ങളെ കൊണ്ട് പറ്റുമോ മലക്കുകൾ സ്നേഹിക്കുന്ന വിഭാഗമാകാൻ? അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മലക്കുകൾ സ്നേഹിക്കണം. മലക്കുകൾ സ്നേഹിച്ച നിന്റെ പേര് മലക്കിനറിയാം, നിന്റെ വീട്, നിന്റെ കുടുംബം, നിന്നെക്കുറിച്ച് എല്ലാ മലക്കുകൾക്കും പരിചയമാണ്. നാട്ടുകാർക്ക് അറിയില്ലെങ്കിലും മലക്കുകൾക്ക് മുഴുവനും അറിയുന്ന ചില കാര്യങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മലക്കുകൾ സ്നേഹിക്കുന്ന ഒരു വിഭാഗമുണ്ട്, മലക്കുകൾ ഇഷ്ടപ്പെടുന്ന ചില ആൾക്കാരുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. അപ്പം മലക്കുകൾ സ്നേഹിക്കണമെങ്കിൽ ഇങ്ങനെ നടന്നാൽ സ്നേഹിക്കോ? പറ, ഇങ്ങനെ നടന്നാൽ നമ്മളെ മലക്ക് സ്നേഹിക്കോ? ചങ്ങാതിമാരെ, സ്നേഹിക്കോ?